നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. അവസാനം ശശി തരൂർ തന്നെ ലോക്സഭയിൽ കോൺഗ്രസിനെ രക്ഷപ്പെടുത്തി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചകളിൽ താൻ പങ്കെടുക്കുന്നില്ല എന്ന് ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. ഇതുകൊണ്ട് ശശി തരൂരും രക്ഷപ്പെട്ടു, കോൺഗ്രസ് നേതൃത്വവും രക്ഷപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ വരുന്ന പാകപ്പിഴകൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ സർക്കാർ എടുത്ത നടപടികളെക്കുറിച്ച് വളരെ ശക്തിയായ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നത്. ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനങ്ങൾ ഈ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു, നമ്മുടെ മിലിറ്ററി ഓപ്പറേഷനിൽ ഉണ്ടായ തിരിച്ചടികൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് നേതാവായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരാകട്ടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഷ്യം പ്രചരിപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് ഇന്ത്യ നടത്തിയെന്നതിനെക്കുറിച്ച് വിദേശ രാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സർക്കാർ സംഘത്തിൻ്റെ തലവനായി പ്രവർത്തിക്കുകയായിരുന്നു ശശി തരൂർ. അതുകൊണ്ട് വിദേശത്ത് പോയി മോഡി സർക്കാരിനെ അനുകൂലിച്ച് സംസാരിച്ച താൻ എങ്ങനെ ലോക്സഭയിൽ വന്ന് കോൺഗ്രസിൻ്റെ ആളായി നിന്ന് മോഡി സർക്കാരിനെതിരെ സംസാരിക്കും? അത് വലിയ ഒരു ധാർമ്മിക പ്രശ്നമായി മാറുമെന്ന് ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ അറിയിച്ചു. രാഹുൽ ഗാന്ധിക്കും ശശി തരൂർ സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടായില്ല. കാരണം ഇനി സംസാരിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശശി തരൂർ പ്രധാനമന്ത്രി മോദിയെയും ഓപ്പറേഷൻ സിന്ദൂറിനെയും അല്ലെങ്കിൽ BJP സർക്കാരിനെ എല്ലാം അനുകൂലിച്ച് സംസാരിച്ചാൽ ലോക്സഭയിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിന് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റില്ല. കാരണം അത് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കും കോൺഗ്രസ്സിന് സംഭാവന ചെയ്യുക. അപ്പോൾ ശശി തരൂർ സംസാരിക്കുമോ അല്ലെങ്കിൽ സംസാരിക്കാൻ ആവശ്യപ്പെടുമോ എന്നുള്ള ഭയം കോൺഗ്രസ് നേതൃത്വത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ശശി തരൂർ സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ എങ്ങനെ അദ്ദേഹത്തെ മാറ്റി നിർത്തുമെന്നുള്ളൊരു ഭയവും കോൺഗ്രസിനുണ്ടായിരുന്നു. നേരത്തെ വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ പോയ സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തരുതെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി തരൂരല്ല പോകേണ്ടത്, വേറെ ആളെ തങ്ങൾ നിശ്ചയിച്ചു തരാമെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞപ്പോൾ അത് തള്ളിക്കൊണ്ടാണ് നരേന്ദ്രമോദി സ്വന്തം ഇഷ്ടപ്രകാരം ശശി തരൂരിനെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. ഇത്തവണയും അത്തരത്തിലൊരു നീക്കമുണ്ടാകുമോ എന്ന് കോൺഗ്രസ് ഭയന്നിരുന്നു. നരേന്ദ്രമോദിയുടെ സർക്കാരിനെ കുറിച്ച് ലോക്സഭയിൽ ചർച്ച വരുമ്പോൾ, ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ശശി തരൂർ തനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ അത് നൽകേണ്ടി വരും. ഇനി അതാ സംസാരിക്കേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം തരൂരിനോട് പറഞ്ഞാൽ ഒരുപക്ഷെ BJP നേതൃത്വം അദ്ദേഹത്തെ സംസാരിക്കാൻ ക്ഷണിച്ചേക്കാം. സ്പീക്കർക്ക് അതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂർ സംസാരിച്ചു കഴിയുമ്പോൾ അത് പ്രധാനമന്ത്രിക്കും മോദിക്കും അനുകൂലമായാൽ, അതും ലോക്സഭയിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ് സംഘം പ്രധാനമന്ത്രിക്കും മോദിക്കും BJPക്കും എല്ലാം അനുകൂലമായി സംസാരിച്ചാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം കോൺഗ്രസ്സിലുണ്ടാക്കും. കോൺഗ്രസ്സിന് മാത്രമല്ല, പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിൽ തന്നെ അതൊരു വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കും. അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഭയം കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഭയത്തെ എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. അതോടെ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയുമെല്ലാം ഒരു ദീർഘനിശ്വാസം വിട്ടു എന്നാണ് അറിയുന്നത്. ശശി തരൂർ തങ്ങളെ രക്ഷിച്ചു. എങ്ങാനും അദ്ദേഹം വല്ലതും സഭയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മോദിക്കും BJPക്കും അനുകൂലമായി സംസാരിച്ചിരുന്നെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം എന്താവുമായിരുന്നു എന്നവർക്ക് ആലോചിക്കാനേ വയ്യ. അതുകൊണ്ട് ശശി തരൂരിന് ഇപ്പോൾ മനസ്സുകൊണ്ട് നന്ദി പറയുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും.